CMRL എക്സാലോജി കരാറിലെ SFIO റിപ്പോർട്ട് സ്വീകരിച്ച് വിചാരണ കോടതി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ട് ഫയൽ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഉൾപ്പെടെ കോടതി സമൻസ് അയക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, CMRL എക്സാലോജിക്ക് കരാറിലെ SFIO റിപ്പോർട്ട് വിചാരണ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണല്ലോ റിപ്പോർട്ട് ഫയൽ സ്വീകരിച്ചത്. ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിന് പ്രകാരം താമസിയാതെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് സമൻസ് ഉടനെ തന്നെ അയക്കും. അങ്ങനെ തന്നെയല്ലേ വിവരങ്ങൾ, ജിജീഷ്? വിനോദ്, ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചതോടുകൂടി തന്നെ തുടർ നടപടികളിലേക്ക്, അതായത് കടുത്ത നിയമ നടപടികളിലൂടെ തന്നെയാണ് ഇനി വീണ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കടന്നു പോകേണ്ടി വരിക. കോടതി ഇപ്പോൾ നമ്പർ 8 ഈ കേസ് ഫയലിൽ സ്വീകരിച്ചു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. 13 പ്രതികളാണ് ആകെ ഉള്ളത്. അതിൽ 11ാം പ്രതിയാണ് വീണ. ഒപ്പം 1ാം പ്രതി CMRL MD ശശിധരൻ കർത്തയാണ്. ഇവർക്ക് എല്ലാവർക്കും തന്നെ നോട്ടീസ് നൽകും. 5 എണ്ണം സ്ഥാപനങ്ങളാണ് എക്സാലോജിക് അടക്കം വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക്, ഒപ്പം തന്നെ CMRL കമ്പനി അടക്കമുള്ള കമ്പനികൾ ഇതിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കടക്കമാണ് അതിൽ പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കേണ്ടി വരും. അതോടുകൂടി തന്നെ കേസിന്റെ നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്യും. വൈകാതെ മറ്റു വിചാരണ നടപടികളുടെ ആദ്യപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. സമൻസ് നൽകി വിളിച്ചു വരുത്തുന്നതിനൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ കഴിയും. നേരത്തെ SFIO വീണയെ ചോദ്യം ചെയ്തിരുന്നു. വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷമായിരുന്നു മൊഴികൾ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 114 രേഖകളും ഒപ്പം തന്നെ 70-ലധികം സാക്ഷികളും എല്ലാം തന്നെ ഉൾപ്പെട്ടതാണ് ഈ ഒരു കുറ്റപത്രം, SFIO നൽകിയിട്ടുള്ള കുറ്റപത്രം. അതിൽ ഓരോ പ്രതികളും നൽകിയിരിക്കുന്ന ഈ കേസിന്റെ ഭാഗമായി എങ്ങനെ മാറുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, യാതൊരു സേവനങ്ങളും നൽകാതെ IT സേവനങ്ങളുടെ പേരിൽ CMRL കമ്പനിയിൽ നിന്ന് വീണയുടെ കമ്പനി എക്സാലോജിക്ക് പണം വാങ്ങിയതിലെ ദുരൂഹത, ആ പണം ഏതെല്ലാം ഘട്ടങ്ങളിലാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ച് തന്നെയാണ് കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോടതി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണ കുറ്റപത്രം മടക്കി വീണ്ടും നൽകാനാണ് ആവശ്യപ്പെടുകയാണ് പതിവ്. എന്നാൽ ഈ ഒരു കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകളോ മറ്റോ ഇല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഫയലിൽ സ്വീകരിക്കുകയും തുടർ നടപടികളിലേക്ക്, കേസിന് നമ്പർ 8 തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രതികളെ, വീണ അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടികളുടേതാണ്, കടുത്ത നിയമ നടപടികളുടേതാണ്. കോടതിയിൽ ഹാജരാകുന്നതിനൊപ്പം തന്നെ സാക്ഷികളുടെ വിസ്താരം അടക്കമുള്ള മറ്റു ഘട്ടങ്ങളെല്ലാം കടക്കേണ്ടതുണ്ട്. ഒപ്പം ഈ തെളിവുകൾ, കോടതിയിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൽ മാസപ്പടി ഡയറി അടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് SFIO എന്ന അന്വേഷണ ഏജൻസിക്ക്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള കമ്പനികാര്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി 7 ആണ്. ഈ കോടതിയിലേക്കാണ്, വിചാരണ കോടതിയായ ഈ കോടതിയിലേക്കാണ് ജില്ലാ കോടതി നേരത്തെ കുറ്റപത്രം ഫയൽ ചെയ്തത് കൈമാറിയിരുന്നത്. തുടർന്നാണ് കോടതി ഈ കുറ്റപത്രം പ്രാഥമികമായി പരിശോധിച്ചതിന് ശേഷം അതിന്റെ നടപടികൾ പൂർത്തിയാക്കി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ തുടർച്ചയും ആദ്യ ഭാഗവുമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ കോടതി സമൻസ് അയക്കുമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കൂടാതെ രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ, ജിജീഷ്? നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യമന്ത്രി, അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, ഇവർക്കൊക്കെ മാസപ്പടി നൽകിയിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ അവർക്ക് അയക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ടോ, ജിജീഷ്? വിനോദ്, ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും അത്തരത്തിൽ ഇതിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളിലേക്ക് നോട്ടീസ് നൽകുക. നിലവിൽ പലരുടെയും പേരുകൾ ചുരുക്കപ്പേരുകളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ നൽകിയിരിക്കുന്ന മൊഴികൾ, അതിന്റെ ഉള്ളടക്കം തന്നെയാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പല PV എന്നും അടക്കം OC എന്നും എല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി ഒരു വിശദമായ അന്വേഷണം അല്ലെങ്കിൽ അതിലൊരു വ്യക്തത തേടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. സ്വാഭാവികമായും ഈ ഡയറി അതുകൊണ്ട് തന്നെ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറുകയും ചെയ്യും. കാരണം ആർക്കെല്ലാമാണ് മാസപ്പടി കൃത്യമായി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ പണം ആരുടെയെല്ലാം കൈവശം പോയിട്ടുണ്ട് CMRL നിന്ന് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ഡയറി എന്ന് പറയുന്നത്. മാത്രമല്ല,
മാത്രമല്ല 182 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്, കള്ളക്കണക്കുകളിലൂടെ ചെലവഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചെലവഴിച്ചു എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ CMRLന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 182 കോടി രൂപ മുടക്കിയത് എന്ന കള്ളക്കണക്കുകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള നടപടികളുമായിരുന്നു CMRLന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഈ പണം ഇത്തരത്തിൽ മാസപ്പടിയായി കൈമാറുകയായിരുന്നു. 182 കോടി രൂപയും രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാമായുള്ള കൈക്കൂലി പണമായും മാസപ്പടിയായും എല്ലാം നൽകി വരികയായിരുന്നു എന്നാണ് പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണം പോയ വഴികളിലേക്ക് തന്നെ അന്വേഷണം എത്തും. കൂടുതൽ വ്യക്തത വരുത്തിയതിനു ശേഷം ഈ മാസപ്പടി ഡയറിയിൽ പേരുകളുള്ള ആളുകളെ കൂടി ഇതുമായി വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള നടപടികളും അവരിലേക്ക് എത്തുന്ന അന്വേഷണത്തിനുള്ള നിർദ്ദേശം കോടതി നൽകാനും എല്ലാമുള്ള ഒരു സാധ്യതയാണുള്ളത്. വ്യക്തമാണ്. CMRL എക്സാലോജിക്ക് കരാറിലെ SFIO റിപ്പോർട്ട് വിചാരണ കോടതി സ്വീകരിച്ചിരിക്കുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ചത്. ഇതിൻ പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ള ആളുകൾക്ക് കോടതിയുടെ സമൻസ് ഉടൻ തന്നെ അയക്കുന്നുണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.